അസ്സലാമു അലൈക്കും. കുട്ടികളെ ഇത്തിരിയൂടെ ക്രിയേറ്റീവായിട്ടുള്ള പല ആക്ടിവിറ്റികളും ചെയ്ത് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് പല പരിഷ്കാരങ്ങളും പുരോഗമനങ്ങളും വരുന്നതായിട്ട് കേൾക്കുന്നു അല്ലേ? ഇപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്താൻ വേണ്ടി, അതുപോലെ വായന മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയൊക്കെ ക്ലാസ് റൂമിനകത്ത് പല സംഭവങ്ങളും വരുന്നതായിട്ട് കേൾക്കുന്നു. അതുക്കും മേലെ ക്ലാസ് റൂമിന് പുറത്ത് ഒരു ജോലി സംബന്ധമായി, ബിസിനസ് സംബന്ധമായി കുട്ടികളുടെ ശോഭനമായ ഭാവിക്കൊരു വിധി തെളിയിക്കാൻ പല കുട്ടികൾക്കും ഇംഗ്ലീഷ് ഒരു വിഷയമായി മാറാറുണ്ട്. ഇപ്പോൾ പഴയ തലമുറയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അവരൊന്നും പഠനത്തിൽ പിന്നോട്ട് പോയിട്ടല്ല, അവർക്ക് പല പൊസിഷനിലേക്കും എത്താൻ തടസ്സമായി നിൽക്കുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ പ്രവാസ ലോകത്ത് പല ആളുകളും വിളിച്ച് ചോദിക്കുന്നത്, സാറേ നമുക്ക് ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ നമ്മളൊന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ? കാരണം എന്താ, BA ഉണ്ട്, MBA ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളന്ന് ഈ പാനാസോണിക്കിൻ്റെ ഷോറൂമിൽ, LGയുടെ ഷോറൂമിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോയപ്പോഴേ അവിടെ വലിയൊരു പ്രതീക്ഷയിൽ പോയതായിരുന്നു. കാരണം നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ഇട്ട്, എന്താ പറയുക, നല്ല പാക്കേജ്, നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട് ആ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കണ്ടില്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ ഈ A+ഉം അതുപോലെ തന്നെ LSSും USSും ആ വിജയത്തിനൊക്കെ ഒരു തിളക്കം വേണമെങ്കിൽ നമ്മൾ കൊച്ചുനാളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂടെ മെച്ചപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കപ്പ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കപ്പ ചിപ്സാക്കി ഇങ്ങോട്ട് തരണം അവർ. അതിൻ്റെ ഓരോ പ്രോസസ്സും ഓരോ കുട്ടിയും ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫാക്ടർ, അത് നടുന്ന രീതി, പിന്നെ അത് എങ്ങനെയൊക്കെ കപ്പയായി വരുന്നു, അതെല്ലാ സംഭവങ്ങളും ഇംഗ്ലീഷിലാണ് അവതരിപ്പിക്കേണ്ടത്. അതുവഴി സംഭവിക്കുന്നത് എന്താ അറിയാമോ നിങ്ങൾ? കൊച്ചു നാളിലെ അവർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളൊരു മൈൻഡ് ഓരോ കുട്ടിക്കും സ്വന്തമാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് LG ആയാലും പാനാസോണിക് ആയാലും ഇങ്ങനെ വലിയ വലിയ കാറിൻ്റെ ഷോറൂമിലൊക്കെ അവിടെയൊക്കെ അവർക്ക് ആവശ്യം എന്താണെന്ന് അറിയാമോ? കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു 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 സ്റ്റാഫിനെയാണ് അവർക്ക്. അങ്ങനത്തെ ആളുകൾക്കാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഓരോ കാര്യത്തെക്കുറിച്ചും വിശദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് അവിടെയൊക്കെ പൊസിഷനുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കുഞ്ഞുനാളിലെ നമ്മൾ ചെയ്തു വരികയാണ്. മാത്രമല്ല, ഇത് ചില രക്ഷിതാക്കളൊക്കെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത്, കാരണം കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ മെച്ചപ്പെടുത്തി എടുക്കണമെന്ന് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന രക്ഷിതാക്കൾക്കുണ്ട്. ആ രക്ഷിതാക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ടാപ്പിയോക്ക. എന്തൊക്കെയാണ് ടാപ്പിയോക്കയുടെ ചരിത്രം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അത് എങ്ങനെ ഇവിടെ വന്നു, ആര് കൊണ്ടുവന്നു, എല്ലാം കൂടെ ചേർത്ത് ആരാ പറയാ? യെസ്, ഒന്ന് പറയൂ കേട്ടോ. Hi, you saw some tapioca plant. This is a broken stone. I filled soil and I planted small piece of tapioca stem. Now it is big. It had many leaves, but fell down. It Let's see historical background of tapioca. It is not native to India and Kerala. It is native to Brazil, country of Neymar and Pele. Portugal introduced by ship. People are very starving. Then the king Vishagam Tirunal Ramavarma promoted tapioca. Then people planting tapioca. It became survival food. വണ്ടർഫുൾ. അപ്പം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? എങ്ങനെയൊക്കെയാണ് അപ്പം ഈ കപ്പ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. നമ്മളിപ്പോൾ ആളൊരു പൂളയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഏത് നേറ്റീവാന്ന് പറഞ്ഞത്? കൺട്രി ഓഫ് ബ്രസീലിലാണ്. പെലേന്റെ ഒക്കെ അല്ലെ? ആരൊക്കെയാണ്? നെയ്മറിന്റെ ഒക്കെ നാട്ടുകാരാണ്. പിന്നെ ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്താരാ? പോർച്ചുഗലാണ്. അതാരാ? നമ്മളെ CR. അപ്പൊ തറവാടി സാധനമാണ്, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. ഓക്കെ, കിടിലം സാധനമാണ്. അപ്പം യു ടോക്ക്ഡ് അബൌട്ട് ദ ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ഓഫ് ദി ടാപ്പിയോക്ക. ഈച്ച് ആൻഡ് എവറി ടാപ്പിയോക്ക പ്ലാന്റ് ഹാസ് എ ഗ്രേറ്റ് ഹിസ്റ്ററി ബിഹൈൻഡ് ഈച്ച് ആൻഡ് എവറി tapioca plant, right? It was introduced by foreigners and hundreds of years back. It came here, and what is that ruler name? That king name? Vishaga?
വിശാഖം തിരുനാളിലാണ്. Yes, and he promoted the plantation of tapioca. Then that time people were starving, right? So they have nothing to eat. That's why they planted everywhere tapioca. Then that's why tapioca became a survival food, and people used to eat that one. But ഇനി ഇതിന്റെ നടുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് ഇത് നടന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, അതെല്ലാം കൂടെ ചേർത്ത് ഇയാൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് വൃത്തിയായിട്ടൊന്ന് പറഞ്ഞോളൂ. Tapioca is common plant. You can see everywhere. No need much care. Some people planting in bag and basket. They fill soil and fertilizer and dry leaves. You take tapioca stem healthy and mature. You take middle portion and cut 20 centimeter 10 nodes. അപ്പോഴെങ്ങനെയൊക്കെയാണ് ഒരു കപ്പ നമ്മൾ നട്ടെടുക്കേണ്ടത്, അതിന്റെ കൊമ്പിന്റെ ഏതൊക്കെ വശങ്ങളാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് എടുക്കേണ്ടതെന്ന് അവൻ പറഞ്ഞു. മാത്രമല്ല ഡയബറ്റിക് പേഷ്യന്റ് എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിന് ഒരു എന്താണ് കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് ഉണ്ട്. മാത്രമല്ല ഇത് പച്ചക്ക് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നും പറഞ്ഞു അല്ലേ? എന്താ കാരണം? എന്താണ്? സയനൈഡിന്റെ അംശമുണ്ട്, അതുകൊണ്ട് ഇത് അങ്ങനെ പച്ചക്ക് കഴിക്കാൻ പാടില്ല. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്കൂളിലേക്ക് പോകുന്നുണ്ട്, മദ്രസയിലേക്ക് പോകുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മുട്ടിത്തിരിഞ്ഞ് കെട്ടിത്തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഓരോ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ പിള്ളേരെ ഈ ഒരു രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരുന്നത്. ഒരാള് ഇവിടെ കൊട്ടുകര പഠിക്കുന്നതാണ്. അപ്പം എന്താ പറയാ, ദിശാബോധവും ഇത്തിരി അപ്ഡേറ്റ് ആയിട്ട് ഉയർന്നു ചിന്തിക്കുന്ന ചില പാരൻസ് ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഉള്ള സമയത്ത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഓരോ സ്കിൽസ് കുട്ടികളെ നമ്മൾ ആക്കിയെടുക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് പീൽ ചെയ്തിട്ട് അതിൻ്റെ ഓരോ പ്രോസസ്സിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കുട്ടികളെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവരെയും കൂടി അതിൻ്റെ ഭാഗമാക്കി മാറ്റാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. I take tapioca. This is very dirty. I peel off this tapioca. Look, there are two layer skin, inner layer and outer layer. Inner layer is very thick. Outer layer is very thin. Look, I peel off this tapioca. It's very dirty. I wash this tapioca. This is very clean. There are two slicer. This made of plastic. This made of wood. I sliding this tapioca. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായി ഇംഗ്ലീഷിൽ തന്നെ പറയണം കേട്ടോ മോനെ. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യേണ്ടത്, തെറ്റിയാലും വേണ്ടില്ല, തെറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാം. എന്തൊക്കെയാണ് അടുപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞു? This is specially designed oven. It's made of concrete. You kick never broken. This is very strong. It is multi-purpose. You have function at your home. You cook outside kitchen, maybe many food items. Look, this is a air passing. We get high flying. Normal oven inside kitchen, not supporting coconut shell. Maybe it's broken. But this oven supporting coconut shell. This is very strong. I take bottom thick pan. Then I put here. Then I arrange the coconut shell. I put one by one.
Oil is very hot. I take one by one. Then I put here. Yes. You be careful. Excess oil drain off. Look, I take back and I put one by one. This is very yummy. You like chili flavor? I add little chili powder, not too much. It's washing. It's ready for eat. Very good. ഒരു ഫുഡ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് തയ്യാറായി വരുന്നത്, അതിൻ്റെ ബാലപാഠം എന്തൊക്കെയാണ് കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞു. പാഴ്വസ്തുക്കളും നമ്മുടെ നാട്ടിൽ സുലഭമായ ഓരോ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു ഉൽപ്പന്നമാക്കി മാറ്റി. നിങ്ങൾക്കറിയാം, കിൻഫ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് പ്ലാന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ഒക്കെ ബാലപാഠമാണ്. കൂട്ടത്തിൽ ഇംഗ്ലീഷും കൂടെ പഠിക്കുന്നു. മാത്രമല്ല, അമ്മമാരെ കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ആ ഒരു പ്രയാസം, അതിലുള്ള റിസ്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലായില്ലേ? കണ്ണിലേക്ക് എന്താ പറയുക, പുക വരുന്നു, തീ കത്താതിരിക്കുന്നു അല്ലേ? പിന്നെ നമ്മൾ അവിടെ കാത്തിരിക്കേണ്ടി വരുന്നു. അപ്പോൾ അമ്മമാരുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പ്രയാസം എത്രയുണ്ട്, അതിൻ്റെ പിന്നെ റിസ്ക് എത്രയുണ്ട്, ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതോടൊപ്പം വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം, കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതും കൂടെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായി. ഇനിയും നമുക്ക് ഇതുപോലെ ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഓരോ വീഡിയോയും ഓരോ രക്ഷിതാവിനുള്ള സന്ദേശമാണ്. കാരണം നട്ടാൻ തിരിഞ്ഞ് മുട്ടിത്തിരിഞ്ഞ് കെട്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഓരോ സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാം. അപ്പോഴേ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യാം. ബൈ.